നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും രണ്ടാളും സ്റ്റേഷനിലേക്ക് വരണം. സ്റ്റേഷനിലേക്കോ? ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്തി ഇയാളെ അവർക്കൊപ്പം അയക്കണം. എവിടെ എത്തി നീ? ഞാൻ ദേ ഇപ്പൊ എത്തും. അരമണിക്കൂർ. എന്താ? ഒന്നുമില്ല, എവിടെ എത്തിന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നീ വെച്ചോ. ശരി അച്ഛാ. ഇവിടുന്ന് വാലിന് തീ പിടിച്ച പോലെ അനീഷും ദേവികയും ചേർന്ന് നിന്നെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. ഏയ്, ഏയ്, താൻ എന്തി കാണിക്കുന്നത്? എഴുന്നേക്ക്, എഴുന്നേക്ക്, ഇങ്ങോട്ട് വാ. ഏയ്, പറയുന്ന കേക്ക്. താൻ എന്ത് പ്രാർത്ഥന കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. എടോ, താൻ എന്ത് പണിയാ കാണിച്ചേ? താനെതിരെ കടലിലേക്ക് ഇറങ്ങിപ്പോയേ? എടോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? താനെതിരെ കടലിലേക്ക് ഇറങ്ങിപ്പോയെന്ന്. ഇത് വലിയ കഷ്ടമായല്ലോ. മനുഷ്യന് മര്യാദയ്ക്ക് ചാകാനും സമ്മതിക്കില്ലേ? താനെന്ത് വിവരക്കേടാ കാണിക്കാൻ പോയത്? കണ്ടിട്ടൊരു കുഴപ്പമില്ലല്ലോ, കാണാനും ചന്തമുണ്ട്. എന്തിനാണ് വെറുതെ സ്രാവുകൾക്കും മീനുകൾക്കും തീറ്റയാവുന്നേ? താൻ എന്നോട് ചൂടായിട്ട് കാര്യമില്ല, ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്. മൂന്നാം പക്ക ഏതെങ്കിലും കരയിലടിയുമ്പോ മീനും സ്രാവും എല്ലാം കൊത്തി വലിച്ച് ഈ ബോഡിയാകെ നാശകോശമാവും. കാണാൻ ഒരു മെനയും ഉണ്ടാവില്ല. താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? താൻ തന്റെ പണി നോക്കി പോയേ. താൻ സത്യം പറ, എന്താ പ്രശ്നം? ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. എന്താ ഇവിടെ ഒരു ബഹളം? സാറേ, ഈ കുട്ടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. ഞാനാ രക്ഷിച്ച് കരയിൽ കയറ്റിയെ. എന്നിട്ട് ഇതേ കുറ്റം മുഴുവൻ ഇപ്പൊ എന്റെ പുറത്താ. ഇയാള് പറഞ്ഞത് ശരിയാണോ? ചോദിച്ചിട്ടില്ലേ? ശരിയാണോ? ശരിയാണോന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടി എന്തിനാ ഈ നേരത്തെ തനിച്ചു വിടാൻ നിൽക്കുന്നേ? സാറ് ചോദിക്കണം സാർ. താൻ ആത്മഹത്യ ചെയ്യാനാണോ ഇവിടെ വന്നേ? എന്താ നിന്റെ പേര്? അഞ്ജിത. എവിടെ നിന്റെ വീട്? വെൺപാലവട്ടത്തിനടുത്താ. ഇയാള്? എന്റെ പേര് അഭിഷേക് എന്നാണ് സാർ, ബിസിനസ്സാണ്. എന്താ ഇവിടെ? ഞാൻ ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് ബിസിനസിന്റെ ആവശ്യമായിട്ട് ദുബായിലായിരുന്നു. മോർണിംഗ് നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്തിട്ട് കൊച്ചിയിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന വഴിയാണ് അപ്പോഴാണ് ആക്സിഡന്റലി ഈ കുട്ടി കടലിലേക്ക് ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടത്.
എന്തായാലും രണ്ടാളും സ്റ്റേഷനിലേക്ക് വരണം. സ്റ്റേഷനിലേക്കോ? ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വരുന്നേ. ഈ പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്തി ഇയാളെ അവർക്കൊപ്പം അയക്കണം. തന്നോട് വരാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്ന് ഒരു റിപ്പോർട്ട് സ്റ്റേഷനിൽ എഴുതണം. അത് വായിച്ച് താൻ അതിൽ ഒപ്പിടണം. ഓക്കെ, ഞാൻ വരാം. ഞാൻ എന്റെ കാറിൽ വന്നു. അവളെ കൊണ്ടുവരാം. എന്താ ഇഷ്യൂ? എന്റെ അനിയത്തെ കാണാനില്ല സാർ. മിസ്സിംഗ് ആണെന്ന് ഉറപ്പാണോ? ആത്മഹത്യ ചെയ്യുന്നൊരു കത്തെഴുതി വെച്ചിട്ട് അവള് പോയത്. എപ്പോഴാ കാണാതായത്? അത് ഒരു 2.5-3 മണിക്കൂറായിട്ടുണ്ടാവും. ആ കുട്ടി ഇങ്ങനെ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് വീട് വിടാൻ എന്താ കാരണം? അത് ശരി ശരി, നമുക്ക് അന്വേഷിക്കാം. ശരി സാർ. ആദ്യം വിശദമായിട്ട് ഒരു പരാതി എഴുതി കൊടുക്ക്. ദേവിക. ഒരു പരാതി എഴുതി വാങ്ങിച്ചേ സാർ. അഞ്ജിതേ, മോളെ മോളെ നീ എന്ത് അവിവേകം കാണിച്ചു? അഞ്ജിത വേണ്ട. മോളെ ഞങ്ങൾ എന്തുമാത്രം ടെൻഷനിലായിരുന്നു അറിയോ നിനക്ക്? എവിടൊക്കെ തിരക്കിന്നറിയോ? കാണാതായപ്പോ പരാതി കൊടുക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? ഇവരോട് ഇങ്ങനെ പറഞ്ഞാ പോരാ. അഞ്ജിത, മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുന്നോ? നിനക്ക് പോയി ചത്താ മതിയല്ലോ. പിന്നീട് അനുഭവിക്കുന്നത് ആൾക്കാരോട് ഉത്തരം പറയുന്നത് ഞങ്ങളാ. നിന്റെ ഞാൻ മനുഷ്യനാ വേണ്ട. ഏയ്, എന്താ ഇത്? പോലീസ് സ്റ്റേഷൻ വെച്ചാണോ കയ്യങ്ങളി? സർ, പിടിച്ച ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.